തിരിച്ചറിയാം എന്ന ഈ റൗണ്ട് നിങ്ങൾ മുമ്പ് പങ്കെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്താണ് അല്ലേ, തിരിച്ചറിവുണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച്. ഓക്കെ, സ്ക്രീനിൽ ഒരു ചിത്രം വരും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വരും. അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, ആരാണ് എന്ന് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം കനോപ്പസിനോടാണ്. ഒരു ഗ്രൂപ്പിന് 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. മൊത്തം 8 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സോ കനോപ്പസ്, യു ആർ റെഡി ഫോർ ദാറ്റ്? ഓക്കെ, സോ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ലുക്ക്, ചിത്രം കണ്ടു എന്ന് വിചാരിക്കുന്നു. ആരാണ് ചിത്രത്തിൽ കണ്ട വ്യക്തി? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. കേരളത്തിന്റെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ്, പിന്നീട് 2 തവണ മുഖ്യമന്ത്രിയായി. എല്ലാവരും പറയുന്നത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ദിവസം മുഖ്യമന്ത്രിയായ വ്യക്തിയും അച്യുതമേനോനാണ്. അതെ, തുടർച്ചയായി ഇ കെ നായനാരാണ് ഏറ്റവും കൂടുതൽ ദിവസം മുഖ്യമന്ത്രിയായതെങ്കിൽ പോലും തുടർച്ചയായി മുഖ്യമന്ത്രിയായത് സി അച്യുതമേനോനാണ്. അതുപോലെ തന്നെ സി അച്യുതമേനോൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ, അല്ലേ? പെർഫെക്റ്റ് ആൻസർ ആണ്. ഗുഡ്. ഇനി ലൂനയ്ക്കുള്ള ഓപ്ഷനാണ്. ലൂനയ്ക്ക് കാണാം ആരാണ് ഇവിടെ വരുന്നത് എന്നുള്ളത്. വാച്ച് ചെയ്യാം. ആരാണ്? വള്ളത്തോൾ. സോറി മോനെ, അത് വള്ളത്തോളല്ല, അത് പട്ടം താണുപിള്ളയാണ്. 1948 മാർച്ച് 24 രൂപവൽക്കരിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അറിയാമല്ലോ അല്ലേ? ആദ്യം പ്രധാനമന്ത്രിയായിരുന്നു, തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയുടേതാണ് ആ ചിത്രം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, റൈറ്റ്. ഇനി ഇലക്ട്രയ്ക്കുള്ള ചാൻസ് ആണ്. ഇലക്ട്ര, ലുഹ്യ. ഇലക്ട്ര, ആരാണ്? വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻ. ഭാരതത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഡൽഹിയിൽ വി കെ കൃഷ്ണമേനോൻ റോഡ് എന്ന് പറയുന്ന റോഡുണ്ട്. UN അസംബ്ലിയിൽ 8 മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിച്ച വ്യക്തി കൂടിയാണ്. ആ റെക്കോർഡ് ഇതുവരെ ഭേദിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹമാണ് വി കെ കൃഷ്ണമേനോൻ. പെർഫെക്റ്റ് ആൻസർ, വെരി ഗുഡ്. ലൈറ, നിങ്ങൾ നോക്കിക്കോളൂ സ്ക്രീനിലേക്ക്. ദിസ് ഈസ് യുവർ പിക്ചർ. ആരാണ്? വയലാർ രാമവർമ്മ. അയ്യോ, വയലാർ രാമവർമ്മ അല്ല. അത് വയലാർ രാമവർമ്മയെ അറിയില്ലേ? അത് മുണ്ടശ്ശേരി മാഷാണ്, ജോസഫ് മുണ്ടശ്ശേരി മാഷാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് EMS മന്ത്രിസഭയ്ക്ക് താഴേക്ക് പോകേണ്ടി വന്നു, അല്ലേ? ജോസഫ് മുണ്ടശ്ശേരി. ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുണ്ടശ്ശേരി മാഷിൻ്റെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇത്രയും ഉയരത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മുണ്ടശ്ശേരി മാഷ് ആയിരിക്കാം. ഓക്കെ, 4 പേരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി 4 പേരെ കൂടി നിങ്ങൾക്ക് കാണാനുണ്ട്, പ്രേക്ഷകർക്കും കാണാനുണ്ട്. ആ ചിത്രങ്ങളിൽ ആരാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. സോ കനോപ്പസ്, റെഡി? അടുത്ത ചിത്രം വരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക്. ഇറ്റ് ഈസ് ഹിയർ. ആരുടെ ചിത്രമാണിത്? ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്ഥിരമായിട്ട് ഇപ്പോഴും മീഡിയയിലൊക്കെ വരുന്ന ഒരാളല്ലേ? മീഡിയയിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ നിരവധി കാണുന്നതാണ്. അദ്ദേഹം അല്ല, തെറ്റാണ്, ഉത്തരം തെറ്റാണ്. ഇത് CR റാവു, കാള്യംപുടി രാധാകൃഷ്ണ റാവു. അദ്ദേഹം ഒരു ഗണിതശാസ്ത്രത്തിലെ ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു വിദഗ്ധനാണ്. ശാസ്ത്രരംഗത്ത് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് CR റാവു. സോ ലൂന, യു ആർ റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാണാം ആരുടെ ചിത്രമാണ് എന്നുള്ള കാര്യം നോക്കാം. So, who is that? സുനിൽ ഛേത്രി. സുനിൽ ഛേത്രി പെർഫെക്റ്റ് ആൻസർ ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മോനെ, സുനിൽ ഛേത്രി ആരാണ്, എന്താണ്? ഒരു ഇന്ത്യൻ ഫുട്ബോളറാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആണ്. ഓക്കെ, വളരെ യങ് ആണ് അല്ലേ? വളരെ യങ് ആണ്. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇനി നിങ്ങളിലേക്ക് വരുന്നു, ഇലക്ട്രയിലേക്ക് വരുന്നു. ഇലക്ട്ര, വാച്ച് ദി സ്ക്രീൻ. പറയാം. അറിയില്ല. Got it? അറിയില്ല. ഡോക്ടർ ബിനായക് സെൻ. അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്, ഇന്ത്യൻ പീഡിയാട്രീഷ്യനാണ്. ആരോഗ്യരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അദ്ദേഹം. കൂടുതൽ ഡീറ്റെയിൽ അറിയാമോ അദ്ദേഹത്തെക്കുറിച്ച്? പറ.
അദ്ദേഹം ഛത്തീസ്ഗഡിലെ കുട്ടികളെ ചികിത്സിക്കുന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ സഹായങ്ങൾ ചെയ്തതിന്റെ പേരിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് മറ്റ് ആക്ടിവിസ്റ്റുകൾ അതിനെതിരെ സമരം ചെയ്തിട്ട് അദ്ദേഹത്തിനെ മോചിപ്പിക്കുകയുണ്ടായി. പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം അറിയാം, പക്ഷെ ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമാണ് അല്ലേ? ആളുടെ ചിത്രം കണ്ട സമയത്ത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അവസാനത്തേത് ലൈറയ്ക്കാണ്. ലൈറ കാണാം ഇവിടെ. സോ ലൈറ, യു ഗോട്ട് ഇറ്റ്. പറയാൻ എന്തൊരു ആവേശം. പറയാം. ഋഷിരാജ് സിംഗ് IPS അല്ലേ? ഓക്കെ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ്. ഏതൊക്കെ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചോ ആ മേഖലയിൽ മുഴുവൻ കറപ്ഷൻ, അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിച്ച അത്രമാത്രം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഋഷിരാജ് സിംഗ്. ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമാണ് അല്ലേ? അദ്ദേഹം എന്ത് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാലും ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ട്രാഫിക് നിയമങ്ങൾ അല്ലേ? കേരളത്തിൽ ട്രാഫിക്കിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ, എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപകടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി നിയമങ്ങൾ കർക്കശമാക്കി. സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ ഹെൽമെറ്റ് എല്ലാം കർക്കശമാക്കി അദ്ദേഹം അപകട നിരക്ക്, മരണനിരക്ക് കുറച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു മാജിക് കാണിച്ചാലോ? ഋഷിരാജ് സിംഗിനെ സമർപ്പിച്ചുകൊണ്ടൊരു മാജിക് കാണിച്ചാലോ? അല്ലേ? ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു മാജിക് കാണിച്ചാലോ? ഓക്കെ. എൻ്റെ കയ്യിൽ 3 സിൽക്കുകളുണ്ട്. ഒരു ഗ്ലാസ്സിൽ തൂക്കിയിട്ടിരിക്കുന്ന 3 സിൽക്കുകളാണ് അല്ലേ? ആ 3 സിൽക്കുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചുവപ്പ്, മഞ്ഞ, പച്ച, ഇങ്ങനെ 3 നിറങ്ങളുള്ള സിൽക്കുകൾ അല്ലേ? ഈ 3 നിറങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? ട്രാഫിക് സിഗ്നലാണ് അല്ലേ? മുകളിൽ ചുവപ്പ്, നടുവിൽ മഞ്ഞ, അടിയിൽ പച്ച. പക്ഷേ നമ്മൾ ഈ ലൈറ്റ് കാണുന്നുണ്ടെങ്കിലും ഈ ലൈറ്റിന്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് അറിയുമോ എന്നുള്ളതാണ് സംശയം. പലപ്പോഴും മഞ്ഞ ലൈറ്റിന്റെ എന്താണ് മഞ്ഞ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചുവപ്പ് ലൈറ്റ് പച്ച ലൈറ്റ് പ്രകാശിച്ചു കഴിഞ്ഞ ശേഷം മഞ്ഞ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ, ചുവപ്പിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർത്തുക എന്നുള്ളതാണ് അല്ലേ? നിർത്തുക, പോവാൻ തയ്യാറാവുക, പോവാനുള്ളതല്ല. അപ്പോൾ മഞ്ഞ ലൈറ്റിനെ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നു. നമ്മൾ ചുവപ്പും പച്ചയും മാത്രമാണ് കാണുന്നത്. ഈ 3 നിറങ്ങൾ ട്രാഫിക് ലൈറ്റിൻ്റെ നിറങ്ങളാണെങ്കിൽ പോലും മഞ്ഞ എന്ന് പറയുന്ന ഈ നിറത്തെ പലപ്പോഴും നമ്മൾ അവഗണിക്കുക പതിവാണ് അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് അപകടം കൂടുതൽ സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ബോക്സ് ഉണ്ട്, ഒന്നുമില്ലാത്ത ഒരു ബോക്സ് ഉണ്ട്, സ്റ്റീൽ ബോക്സ്. ഓക്കെ. ഈ ബോക്സിനകത്ത് മഞ്ഞ സിൽക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. പക്ഷേ ഞാൻ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സിൽക്കിനെ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഈ മഞ്ഞ നിറത്തിനെ കാണാത്ത രീതിയിലേക്ക് നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ മഞ്ഞ നമ്മൾ അവഗണിച്ച് പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അപകടങ്ങൾ പലപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ ലൈറ്റ് കത്തിക്കിടക്കുന്ന സമയത്ത് വാഹനം, മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്നു, ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് വണ്ടി വരുന്നു, അതിൻ്റെ മുകളിൽ ഇടിക്കുന്നു. ഇതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, മഞ്ഞ എന്ന് പറയുന്ന നിറം അവിടെ തന്നെയുണ്ട്, ഒരു സംശയമില്ല ഇതിനകത്ത്. മഞ്ഞ എന്ന നിറം ഇതുപോലെ നമുക്ക് അടച്ചു വെച്ച് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. മഞ്ഞ എന്ന നിറം അവിടെ വേണ്ടതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ മാജിക് കണ്ടു അല്ലേ? ട്രാഫിക്കിൻ്റെ നിയമങ്ങളെക്കുറിച്ച് കുട്ടികളാണ് പ്രചരിപ്പിക്കേണ്ടത് ഏറ്റവും കൂടുതലായിട്ട്. നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ട്രാഫിക്കിൻ്റെ നിയമം അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഈ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ മാർക്സാണ് വായിക്കുന്നത്. ഖനാപ്പസ്, യു ഗോട്ട് 40 marks. Luna, you got 50 marks. Electra, you got 40 marks. Lyra, you got 50 marks. So, very nice. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ഗംഭീരമായിട്ട് നിങ്ങളിന്ന് പങ്കെടുത്തു. നമ്മുടെ പ്രേക്ഷകരോട് നമുക്കൊരു ചോദ്യമുണ്ടാകും. ചോദ്യത്തിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആര്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in.